നമുക്ക് കോൺഗ്രസ് നേതാവ് ശ്രീമതി ലാലി വിൻസെന്റ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ലാലി വിൻസെന്റ്, ഈ കേസിൽ അനന്തു കൃഷ്ണന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. 28 വയസ്സുകാരനായ അനന്തു കൃഷ്ണന്റെ ഈ ബിസിനസ് ഇടപാടുകളിൽ നിയമവിരുദ്ധമായോ തട്ടിപ്പോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് താങ്കൾ കരുതുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ മനസ്സിലാക്കിയത് 50% വാഹനത്തിന്റെ വില ഗുണഭോക്താക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും 50% മറ്റ് രീതികളിൽ നിന്ന് റേസ് ചെയ്ത് കൊടുക്കുകയും ചെയ്ത ധാരാളം കണക്കുകൾ അവരെന്നെ കാണിച്ചിട്ടുണ്ട്. ഇവരുടെ അക്കൗണ്ട് പരിശോധിച്ചാൽ പോലും വന്ന പൈസ മുഴുവൻ കൊടുത്തതായി കാണുന്നുണ്ട്. അല്ലാതെ എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ വെളിവാകുമായിരുന്നല്ലോ എന്നാണ് ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. വിശദമായ പരിശോധന ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട പോലീസാണല്ലോ. ബഹുമാനപ്പെട്ട പോലീസിനെ അന്വേഷിക്കുമ്പോൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമല്ലോ. എങ്ങനെയാണ് പണം വന്നത്, എവിടെ നിന്നാണ് പണം വന്നത്, കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും എല്ലാ രാഷ്ട്രീയ ആളുകളും ഇടപെട്ടുകൊണ്ട് നടത്തിയ ഒരു സാമൂഹ്യ സേവനമായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ഞാൻ എന്റെ ബോധ്യമാണ് പറയുന്നത്. ഇനി ബഹുമാനപ്പെട്ട പോലീസിന്റെ അന്വേഷണത്തിൽ കാര്യങ്ങൾ കൃത്യമായി വരുമല്ലോ. എന്തായിരുന്നു എന്നെല്ലാം കൃത്യമായി വരുമല്ലോ. അല്ല ശ്രീമതി ലാലി വിൻസെന്റ്, ഇതിനകത്ത് ഇപ്പോൾ ഈ അതായത് പകുതി വിലയ്ക്ക് വാഹനങ്ങൾ അതല്ലെങ്കിൽ ലാപ്ടോപ്പ് നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് പണം വാങ്ങുന്നത്. എന്നിട്ട് പകുതി വിലയ്ക്ക് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന എന്ത് പ്രവർത്തന രീതിയാണ്, എന്ത് സംവിധാനമാണ് ഇയാൾ ഒരുക്കിയിരുന്നത്? അതിന്റെ താങ്കൾ മനസ്സിലാക്കിയെടുത്തോളം ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്നാണ് താങ്കൾ മനസ്സിലാക്കിയത്? ഞാൻ മനസ്സിലാക്കിയത് നാഷണൽ NGO കോൺഫെഡറേഷൻ, ഇമ്പാക്ട് ഗ്രാസ് റൂട്ട് ഇമ്പാക്ട്, ഹൈഫിക്ക്, അങ്ങനെ കുറെ ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെയും കുറെ NGOസിന്റെയും 25-30 CSR ഫണ്ട് കിട്ടുന്ന NGOസിന്റെയും ഡീറ്റെയിൽസ് എന്നെ കാണിച്ചിരുന്നു. അപ്പൊ അങ്ങനെ CSR ഫണ്ട് കിട്ടുന്ന ധാരാളം സംഘടനകളുടെ സഹകരണമുണ്ടെന്നും ഈ നാഷണൽ NGO കോൺഫെഡറേഷനിൽ തന്നെ 75-ലധികം നല്ല സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്ത സംഘടനകളുണ്ടെന്നും അവർക്കെല്ലാം CSR ഫണ്ട് സംഘടിപ്പിക്കുന്നതിന് കഴിയുമെന്നും ഈ ബാക്കി 50% നൽകാൻ ഈ CSR ഫണ്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നും ഹോണ്ട കമ്പനി, TVS അങ്ങനെയുള്ള വലിയ കമ്പനികളുമായി ചർച്ചകൾ നടത്തിയെന്നും, വലിയ കമ്പനികളുടെ പേരുകളാണ് കേട്ടത്, ചർച്ചകൾ നടത്തിയെന്നും അവർക്ക് CSR ഫണ്ട് നൽകുന്നതിന് അടുത്ത 2025-2026 കാലഘട്ടത്തിൽ സാധിക്കുന്നു. അതിനുവേണ്ടി NGOസിനെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഗോകുലം പാർക്കിൽ 31-1-2 തീയതികളിൽ നടത്തുന്ന ആ സെമിനാറുകളും സ്റ്റഡി ക്ലാസ്സുകളും NGOസിനെ പ്രിപ്പയർ ചെയ്യിച്ച് അവരെ കൊണ്ട് അപേക്ഷ കൊടുപ്പിച്ച് സംഘടനകളിലേക്ക് CSR ഫണ്ടുകൾ വരുത്തി ആ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് കേരളം മുഴുവനുള്ള സാധാരണക്കാർക്ക് വാഹനവും മറ്റു സാധനങ്ങളും എല്ലാം കൈകാര്യം ചെയ്യാനും കൊടുക്കാനും കഴിയുമെന്നും അവർ വിശ്വസിച്ചിരുന്നു എന്നും അങ്ങനെ ഒരു ഗുഡ് ഫെയ്ത്തിലാണ് പൈസ കളക്ട് ചെയ്തതെന്നും ഇത് CSR ഫണ്ട് കിട്ടാൻ വൈകിയപ്പോൾ കുറെ ഫണ്ട് എടുത്ത് കുറെ പേർക്ക് കൊടുത്തിട്ടുണ്ടെന്നും പിന്നെ കമ്പനികളിൽ നിന്നും പിന്നെ ഏതൊക്കെയോ സംഘടനകളിൽ നിന്നും ഇവർക്ക് ഡൊണേഷൻസ് കിട്ടിയിട്ടുണ്ടെന്നും ആ ഡൊണേഷൻസിന്റെ അടിസ്ഥാനത്തിൽ കുറെ കൊടുത്തത് ആളുകൾ ധാരാളം പണമിട്ട് ഇവര് പോലും പ്രതീക്ഷിക്കാത്ത അത്ര പണം വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ലോഡ് താങ്ങാൻ പറ്റാതെ പോയെന്നും അതിനുശേഷം NGO കോൺഫെഡറേഷനിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്നും ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ അനന്തു കൃഷ്ണന്റെ ചുമലിലേക്ക് എല്ലാവരും കൂടെ ഇടുകയായിരുന്നു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ശ്രീമതി ലാലി വിൻസെന്റ്, കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ താങ്കൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ആ വിവരം താങ്കൾക്ക് അറിയുമോ ശ്രീമതി ലാലി വിൻസെന്റ്? എങ്ങനെ? അതായത് കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ ശ്രീമതി ലാലി വിൻസെന്റ് താങ്കൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ആ വിവരം അറിയുമോ താങ്കൾക്ക്? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ എങ്ങനെയാണ് പ്രതിയായത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പ്രൊജക്ടുമായി താങ്കൾക്കുള്ള ബന്ധം എന്താണ്? ഇപ്പോൾ ഇയാൾ ചെയ്യുന്നത് ആദ്യം കുറെ പേർക്ക് വാഹനം കൊടുക്കുന്നുണ്ട് പകുതി വിലയ്ക്ക്, കുറെ പേർക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ ആളുകളുടെ വിശ്വാസം ആർജിച്ച് ഏത് തട്ടിപ്പും എന്ന പോലെ, ഇത് കേരളത്തിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല, ഇതുപോലെ നിരന്തര തട്ടിപ്പുകൾ ധാരാളം നടന്നിട്ടുണ്ട്. അപ്പോൾ ഏത് തട്ടിപ്പും എന്ന പോലെ ആദ്യം പലർക്കും വാഗ്ദാനം ചെയ്തത് കൊടുക്കും, പിന്നെ അങ്ങോട്ട് ഒന്നും ഉണ്ടാകില്ല, പണം ഇങ്ങോട്ട് വാങ്ങുക മാത്രം. അവെയർ എന്ന ഒരു NGO സൊസൈറ്റിയാണ്
എരഞ്ഞിപ്പാലത്ത്, കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ബിലാത്തിക്കുളത്ത് അവരുടെ ഫണ്ട്, അതുപോലെ മറ്റ് NGOകളുടെ ഫണ്ട്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻസ് എന്ന സ്ഥാപനം, അതിന്റെ പ്രൊപ്പറേറ്റർ ആയിരുന്നു ഈ അനന്തു കൃഷ്ണൻ. അപ്പോൾ ഇയാൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണല്ലോ ഈ സൊസൈറ്റി എല്ലാം വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇയാൾ ഒരു തട്ടിപ്പുകാരനല്ല എന്ന് മാഡം പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഞാൻ മനസ്സിലാക്കിയത്, ഇങ്ങനെ കുറെ ആളുകളുടെ പൈസ വാങ്ങിയിട്ടുണ്ട്, കുറെ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തന്ന കണക്കുകൾ അതാണ്. 18,000-ഓളം മോട്ടോർ ബൈക്കുകൾ കൊടുത്തു, 45,000-ഓളം ലാപ്ടോപ്പ് കൊടുത്തു, കുറെ തയ്യൽ മെഷീനുകൾ കൊടുത്തു, കുറെ ഭക്ഷ്യ കിറ്റുകൾ കൊടുത്തു. ഇതെല്ലാം അവർ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. എന്നെ പ്രതിയാക്കാൻ കാരണം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇവർ ആവശ്യപ്പെട്ട കമ്പനികളുമായുള്ള, അതായത് വലിയ വലിയ കമ്പനികളുമായുള്ള ഇവരുടെ ഡീലർഷിപ്പിന്റെ എഗ്രിമെന്റുകൾ ഞാനാണ് എന്നോട് ചോദിച്ചപ്പോൾ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തത്. ഡ്രാഫ്റ്റ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, വേറെ വക്കീലന്മാരും ഉണ്ട്. കേരളത്തിൽ തന്നെ പല ഭാഗത്തും പല വക്കീലന്മാരും ഉണ്ട്. ഞാൻ ചില എഗ്രിമെന്റുകൾ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ NGOസുമായുള്ള ഇവരുടെ ഇടപാടുകളിൽ ചില എഗ്രിമെന്റുകൾ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളത് ശരിയാണ്. ചില നിയമോപദേശങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ലീഗലി എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന് എനിക്ക് ഫീസ്, അല്ലാതെ എനിക്ക് ഇവരുടെ പ്രവർത്തനങ്ങളുമായി ടെക്നിക്കലി യാതൊരു ബന്ധവുമില്ല. ബഹുമാനപ്പെട്ട പോലീസ് ചോദിച്ചാൽ ഞാൻ പറയാൻ തയ്യാറാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാൻ തയ്യാറാണ്. എന്നെ പ്രതി ചേർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ബഹുമാനപ്പെട്ട പോലീസിനോട് പറയും. ബഹുമാനപ്പെട്ട പോലീസിനെ അന്വേഷിച്ച് തീരുമാനമെടുക്കാവുന്നതാണ്. ഇതിനകത്ത് താങ്കളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് ഈ എഗ്രിമെന്റ്സ് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു എന്നത് മാത്രമാണ്, അതിൽ ഒതുങ്ങുന്നു. അതല്ലാതെ ഈ കമ്പനിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇതൊരു ബോണഫൈഡ് ആയിട്ടുള്ള ഒരു ഇടപാടാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലോ ഒന്നും താങ്കൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല, അല്ലേ? ഇല്ല, എനിക്ക് ഒന്നുമില്ല. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ അറിയപ്പെടുന്ന ആളായതുകൊണ്ടാണോ, എന്നോട് രാഷ്ട്രീയ വിരോധം തീർക്കുകയാണോ, ഒന്നും എനിക്കറിയില്ല. ഞാൻ ഇവരുടെ കേസുകൾ സംസാരിക്കാൻ ചില പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്ക് വേണ്ടി ഒത്തുതീർപ്പിന് ശ്രമിച്ചിട്ടുണ്ട്. 1-2 കേസുകൾ ഹൈക്കോടതിയിൽ ഹാജരായി ആ കേസുകൾ റദ്ദ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ഞാൻ NGO കോൺഫെഡറേഷന്റെ ഇവരുമായിട്ടുള്ള ഇടപാടുകളിൽ തർക്കങ്ങളും വഴക്കുകളും വന്നപ്പോൾ അത് സെറ്റിൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, ശ്രീമതി ലാലി വിൻസെന്റ്, ഒരൊറ്റ കാര്യം കൂടി. അതായത് അങ്ങനെ പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ കക്ഷി എന്ന നിലയിൽ താങ്കളുടെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ഇടപെടൽ മാത്രമാണ് താങ്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതെങ്കിൽ, അതായത് ഈ എഗ്രിമെന്റ് ഫോർമേഷന് വേണ്ടി മാത്രമാണെങ്കിൽ, പിന്നെ എന്തിനാണ് താങ്കൾ ഈ അനന്തു കൃഷ്ണൻ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തയ്യാറായത്? ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്റെ കക്ഷിയെ എനിക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. എന്റെ കക്ഷികളെ ആരെയും ഞാൻ തള്ളിപ്പറയില്ല. ഞാൻ വക്കാലത്ത് എടുത്തു കഴിഞ്ഞാൽ എന്നോട് മെമ്മോ ഇട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 കേസുകളിൽ ഹാജരായിട്ടുണ്ട്. ഒരു കേസിൽ ഞാനിപ്പോൾ ഹാജരായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ കക്ഷിയെ തള്ളിപ്പറയാൻ എനിക്ക് കഴിയില്ലല്ലോ. അതെന്റെ പ്രൊഫഷണൽ എറ്റിക്കറ്റ് അല്ലേ, എന്റെ മര്യാദയല്ലേ. എന്റെ കക്ഷി കുറ്റക്കാരനാണെന്ന് പോലീസോ കോടതിയോ സർക്കാരോ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. എന്റെ അറിവിൽ അനന്തകൃഷ്ണൻ ചെയ്ത കാര്യങ്ങളിൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ശരി, ഏതായാലും വളരെയധികം നന്ദി ശ്രീമതി ലാലി വിൻസെന്റ് താങ്കൾ ഇപ്പോൾ പ്രതികരിച്ചതിന്. ശ്രീമതി ലാലി വിൻസെന്റിനെ കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ ശ്രീമതി ലാലി വിൻസെന്റും ഇക്കാര്യത്തിൽ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്. ആ കാര്യം അറിഞ്ഞിട്ടില്ല എന്നാണ് ലാലി വിൻസെന്റ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. ഏതായാലും ഇതിൽ ചില എഗ്രിമെന്റുകൾ രൂപപ്പെടുത്താൻ സഹായിച്ചു, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നൽകി എന്നതിനപ്പുറത്ത്, അല്ലെങ്കിൽ അത് ഫീസ് വാങ്ങി താൻ ആ ജോലി നിർവഹിച്ചു എന്നതിനപ്പുറത്ത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു ബന്ധവും തനിക്കില്ല എന്നാണ് ലാലി വിൻസെന്റ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇയാൾ പ്രതി ചേർക്കപ്പെടുന്നത്, ഇതിനകത്ത് മറ്റെന്തെങ്കിലും കളികൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ് എന്ന അഭിപ്രായം കൂടി ലാലി വിൻസെന്റിനുണ്ട്. തന്റെ കക്ഷികളെ തള്ളിപ്പറയുന്ന പ്രൊഫഷണൽ മര്യാദയല്ല, അതുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ അനന്തു കൃഷ്ണനെ ന്യായീകരിച്ച് രംഗത്ത് വന്നത് എന്ന ഒരു വിശദീകരണം കൂടി ലാലി വിൻസെന്റ് ഇപ്പോൾ ഈ പ്രതികരണത്തിൽ നൽകിയിട്ടുണ്ട്. ഇത്ര വലിയൊരു തട്ടിപ്പ്, അതിന്റെ മോഡസ് ഓപ്പറandi, അത് ഏത് തരത്തിലാണ് നടപ്പാക്കിയത്, അതിൽ വലയിൽ വീണവർ ആരൊക്കെയാണ്, എത്ര കോടി രൂപയുടെ തട്ടിപ്പാണ് അനന്തു കൃഷ്ണൻ നടത്തിയിട്ടുള്ളത്, രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള അനന്തു കൃഷ്ണന്റെ ബന്ധം എന്താണ്, എത്രത്തോളം വ്യാപ്തിയുണ്ട് ഈ തട്ടിപ്പിന്, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ട്. അതിലേക്ക് വെളിച്ചം വീശുന്നതാകും പോലീസിന്റെ അന്വേഷണം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും പരാതിക്കാർ ധാരാളം ഉണ്ടാകുന്നു. കണ്ണൂരിൽ മാത്രം 2000-ലധികമുണ്ട്. സജോ ദേവസിയുടെ റിപ്പോർട്ട് നമുക്ക് വിശദമായി പരിശോധിക്കാം. അതോടൊപ്പം തന്നെ തൊടുപുഴയിൽ അനന്തു കൃഷ്ണന്റെ നാടിൽ ഇയാൾ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്, ഇയാളുടെ വ്യക്തിത്വം എന്തായിരുന്നു, ഇയാൾക്ക് നാട്ടുകാർക്ക് ഇയാളെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാൻ കഴിയും. രാഹുൽ വിജയൻ നൽകുന്ന സമഗ്രമായ റിപ്പോർട്ടിൽ തൊടുപുഴയിൽ നിന്ന്.